വാഗ ബോർഡർ അല്ലെങ്കിൽ അട്ടാരി ബോർഡറിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഓരോ ഇന്ത്യക്കാരനും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായി വരുന്ന ആ ഗേറ്റ് ഓപ്പൺ ആക്കി രണ്ടുപേരുടെയും നല്ല അടിപൊളി പരേഡും രണ്ടുപേരുടെയും പതാക ഉയർത്തി അത് താഴ്ത്തി മടക്കി വെച്ച് കൈകൊടുത്ത് പിരിയുന്ന മനോഹരമായ കാഴ്ച. നമുക്ക് വളരെ ചെറിയ ചെലവിൽ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബിലെ അമൃത്സറും വാഗ ബോർഡറൊക്കെ. വാഗ ബോർഡറിലേക്ക് പോകാൻ അമൃത്സറിന് വെറും 150 രൂപയ്ക്ക് നമുക്ക് ഷെയറിംഗ് ടാക്സികൾ കിട്ടുന്നതാണ് അപ്പ് ആൻഡ് ഡൗൺ. सेपरेट जाएंगे सर जी आपको लेके। आपको सेपरेट तो शेयरिंग में कितना होता है? शेयरिंग में सर जी 150 रुपये सीट आने जाने का। हाँ जी। ഷെയറിംഗ് ഓട്ടോ 150 രൂപയ്ക്ക് കിട്ടി. ഇതുപോലെ തിങ്ങി നിറഞ്ഞായിരിക്കും പോകും. അമൃത്സറിന് ഏകദേശം 30 കിലോമീറ്റർ ദൂരം വരും വാഗ ബോർഡറിലേക്ക്. വാഗ ബോർഡർ അല്ലെങ്കിൽ അട്ടാരി ബോർഡർ എന്നാണ് ഈ ഒരു ബോർഡറിനെ പറയപ്പെടുന്നത്. ഇന്ത്യ ബോർഡറിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് അട്ടാരി. വാഗ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വാഗ ബോർഡർ എന്നും അട്ടാരി ബോർഡർ എന്നും പറയുന്നത്. പോകുന്ന വഴികൾ തന്നെ അതിമനോഹരമായ സ്ഥലങ്ങളാണ്. വിന്ററിൽ വൈകുന്നേരം 4:30 സമ്മറിൽ വൈകുന്നേരം 5:30 പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 3/4 മണിക്കൂറാണ് ഈ ഒരു പരേഡിന്റെ ടൈം വരുന്നത്. പോകുന്ന വഴി കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇന്ത്യന്റെ ക്യാപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ കിട്ടും. കൂടാതെ നമ്മളെ കൈ മുഖത്തൊക്കെ ഇന്ത്യന്റെ ഫ്ലാഗ് വരക്കണമെങ്കിൽ അവിടെ തന്നെ അവർ പെയിന്റ് ചെയ്തിരുന്നതാണ്. ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിലെ ആ കുട്ടികൾക്കൊക്കെ വരഞ്ഞു കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വരയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ബോർഡർ എത്താനായി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. ഇവിടുന്ന് ആ ബോർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ഏകദേശം 1 കിലോമീറ്ററും ലാഹോറിലേക്ക് വെറും 23 കിലോമീറ്ററാണ് ദൂരം. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സൈക്കിൾ റിക്ഷ പോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതാണ് ചെക്ക് ഇൻ പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. നല്ല ക്യൂ ഉണ്ടാവും. ഏകദേശം 1 മണിക്കൂർ മുന്നെങ്കിൽ നമ്മൾ ഇവിടെ എത്തണം. ടിക്കറ്റിനൊന്നും യാതൊരുവിധ ചാർജും ഇല്ല. നിങ്ങൾ ഇത് ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യൂ ഒഴിവാക്കാം. പുകയില ഐറ്റംസ്, മദ്യം, അതുപോലെ ലഹരി പദാർത്ഥങ്ങളും മൊബൈൽ ചാർജർ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് അലൗഡ് അല്ല. ചെക്ക് ഇൻ ചെയ്താലും ബോർഡറിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. പോകുന്ന വഴികളിൽ 2 സൈഡിലും നമുക്ക് കുടിക്കാനുള്ള ചായ, കാപ്പി അതുപോലുള്ള പലഹാരങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ നടന്ന് ഏകദേശം പരേഡ് നടക്കുന്നതിന്റെ തൊട്ടടുത്തെത്തി. ഇന്ത്യയുടെ ഒരു വലിയൊരു പതാക പാറി പറക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. ഈ ഒരു ഗേറ്റ് കടന്ന് അകത്തേക്ക് ഏകദേശം 2500-3000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഗാലറി തന്നെ ഒരുക്കിയിട്ടുണ്ട്. 3:30 മണിക്കേക്ക് ഞങ്ങൾ അതിന്റെ അകത്തേക്ക് എത്തി. ഏകദേശം ഗാലറിയൊക്കെ ഫുള്ളായി കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യൻ ബോർഡറിനകത്തുള്ള ഗാലറിയിലാണ്. ആ കാണുന്ന ഗേറ്റ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായി വരുന്നത്. ഇന്ത്യ ബോർഡറിനകത്തുള്ള ഈ ഗാലറി പോലെ തന്നെ ആ ഗേറ്റിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പാകിസ്ഥാന്റെ ഗാലറി. നമ്മൾ പരേഡ് കാണാൻ വന്നതുപോലെ തന്നെ ആ ഗാലറിയിൽ പാകിസ്ഥാനികളും ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം 3:30 മണിയായിട്ടുള്ളൂ. നിലവിൽ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല. 4:30 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അത് ഏകദേശം ഫുള്ളായി. ഇന്ത്യൻ ഗാലറി പോലെ ഏകദേശം 3000 പേർക്കൊന്നും ഇരിക്കാനുള്ള സൗകര്യം അപ്പുറത്തില്ല. ഏകദേശം 1000 പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടാവും. ഗാലറിയൊക്കെ ഏകദേശം ഇങ്ങനെ ഫുള്ളായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ എവിടെ പോയാലും ഒരു മലയാളിനെ കണ്ടുമുട്ടെന്ന് പറയാറില്ലേ? അതാണ് ഈ ഒരു പട്ടാളക്കാരൻ, കൊല്ലംകാരനായിട്ടുള്ള ഭരതൻ സാർ. ഇവിടെ പരേഡ് നടത്തുന്ന ഏക മലയാളിയാണ് ഇദ്ദേഹം. മലയാളിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആ ഗേറ്റ് വരെ പോകാനുള്ള ഒരു അനുമതി നമുക്ക് സാർ തന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അത് ഞാൻ ഭരതൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് പോയി കാണാനും അവിടെ പോയി ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇവിടെ കയറാനുള്ള പാസ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് VIP, ഒന്ന് നോർമൽ. രണ്ടും സൗജന്യമാണ്. VIP ടിക്കറ്റ് കിട്ടിയാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന്റെ തൊട്ടടുത്ത് നമുക്ക് സീറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഈ പാസ്സൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. പരേഡ് തുടങ്ങുന്നതിന് മുമ്പ് പ്രതിജ്ഞയെല്ലാം ചൊല്ലിയതിനു ശേഷം പിന്നെ പാട്ട് വെച്ച് നല്ല അടിപൊളി ഡാൻസ് ആണ് ഇവിടെ കണ്ടത്. ആ ഡാൻസിലേക്ക് ലേഡീസ് മാത്രമാണ് ഇറങ്ങിയത് കണ്ടത്. ഏകദേശം പരേഡ് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോഴേക്കും പാകിസ്ഥാൻ ഗാലറിയിലൊക്കെ ആൾക്കാർ എത്തി തുടങ്ങി. ആ ഗേറ്റിന്റെ 2 സൈഡിലായിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കൊടികൾ വാർന്നത് കാണാം. ഗാലറിയുടെ 2 സൈഡിലും വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് VIP സീറ്റാണ്. അത് പോയി പ്രത്യേക ടിക്കറ്റ് എടുത്തോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഞങ്ങളുടെ കൂടെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പരിഗണന വെച്ച് എനിക്കും VIP ടിക്കറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഓരോരോ പട്ടാളക്കാരായി വന്നു തുടങ്ങി. പരേഡിനുള്ള ആൾക്കാർ വരുന്നതിന് മുൻപ് തന്നെ പട്ടാളക്കാരെ നമ്മളെയൊക്കെ ഒന്ന് ആവേശാക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃത്യം 4:30 മണിക്ക് തന്നെ പരേഡ് സ്റ്റാർട്ട് ചെയ്തു. अन्य नारे का प्रयोग ना करें। साथ ही
നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാർ ചെയ്യുന്ന അതേ പരേഡ് തന്നെ അപ്പുറത്തുനിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരും ചെയ്യുന്നുണ്ട്. राष्ट्र ध्वज को सैल्यूट दें। अब जिंदाबाद जिंदाबाद।
ഒരു പരേഡ് എല്ലാ ദിവസവും ഉണ്ടാവും. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. VIP ടിക്കറ്റ് കിട്ടാൻ രാവിലെ 9 മണിക്ക് തന്നെ BSFന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് മടങ്ങി. നമ്മൾ പോയ ഓട്ടോ തന്നെ നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ചെറിയ പൈസക്ക് അമൃത്സറിൽ കിട്ടിയ റൂം പരിചയപ്പെടുത്തുക. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 1000 രൂപയാണ് റൂമിന് റെന്റ് വന്നത്. അതിൽ കുറവിലും കൂടുതലും ചിലപ്പോൾ റൂമുകൾ ഉണ്ടായേക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലത് തോന്നിയോണ്ടാണ് ഇത് പറയുന്നത്. പേര് അമൃത് B&B. ഈ ഹോട്ടലിൽ നിന്ന് ജാലിയൻ വാലാബാഗിലേക്കും ഗോൾഡൻ ടെമ്പിളിലേക്കെല്ലാം ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഈ ഹോട്ടലിൽ നിന്ന് ഈ ഇടവയിലൂടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വാഗാ ബോർഡറിലേക്കുള്ള ടാക്സിയോ അതിന് തൊട്ട് മുന്നിൽ തന്നെയാണ്. ഈ കാണുന്ന ഹോട്ടലിൽ ഞങ്ങൾ യാത്ര ചെയ്ത ഓട്ടോന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം.